സീസൺ 5 വേദിയിൽ അതിമനോഹര ഗാനവുമായി ഐറിസ് എൽമ. പച്ചപ്പുൽച്ചാടി താരം അതിമനോഹര പ്രകടനമാണ് വേദിയിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. പാടിയത് KS ചിത്ര, MG ശ്രീമാർ. ദശരഥം എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാറും KS ചിത്രയും ആലപിച്ച ഗാനമാണ് താരം അതിമനോഹരമായി ആലപിക്കുന്നത്. ഞങ്ങൾക്ക് ശരിക്കും ആ പാട്ട് ഒരാടി തന്നെയാണ് അത് കേട്ടത്. നമ്മളൊക്കെ ഇത് കേട്ട് തുടർന്നും രസനിമിഷങ്ങൾ വേദിയിൽ അരങ്ങ്. സന്തോഷിക്കാനും സങ്കടപ്പെടാനും പ്രണയിക്കാനും. ഒരു വാക്ക് പറഞ്ഞില്ലേ, പ്രണയിക്കാനും എന്ന് പറഞ്ഞപ്പോ ഇവിടെ ഒരാൾ ഭയങ്കരമായിട്ട് ചിരിച്ച് സന്തോഷിച്ച്. അതാരാ? രാഗവേദിയിൽ അതിമനോഹര ഗാനവുമായി അനശ്വരി എത്തുന്നു. ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് കേട്ടോ, സ്വപ്നത്തിലാന്ന് തോന്നുന്നു. ഇത്തവണ സീസൺ 5 വേദി ഏവരെയും അമ്പരിപ്പിക്കുകയാണ്. നല്ല മുത്തുപൊഴിയുന്ന പോലെ ചിരി. ചിരിച്ചേ, ഒന്നും കൂടെ ചിരിച്ചേ. വേദിയിൽ അതിമനോഹര പ്രകടനമാണ് താരം കാഴ്ചവെച്ചിരിക്കുന്നത്. ഇത്ര വലിയൊരു മിടുക്കി പാട്ടുകാരിയാണെന്ന് മോള് പാടിയപ്പോഴാണ് മനസ്സിലായത്. വേദിയിൽ റിമി എത്തിയാൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. സീസൺ 5 വേദിയിൽ അതിമനോഹര ഗാനവുമായി അഖില എത്തുന്നു. ആദ്യത്തെ പ്രകടനത്തിൽ തന്നെ അഖില വിധികർത്താക്കളെ നല്ല വോയിസ്, നല്ല ഭാവം. മനോഹര പ്രകടനമാണ് താരം കാഴ്ചവെച്ചത്. അഖിലയ്ക്ക് 95 മാർക്കാണ് ലഭിച്ചത്. രണ്ടാമതായി പാടാനെത്തിയത് അലീന പീറ്റർ. താരം വേദിയിൽ ഏവരെയും ഞെട്ടിക്കുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത്. ആദ്യത്തെ പാട്ട് അല്ലേ, ധൈര്യം സമ്മതിച്ചു. ആദ്യ പ്രകടനത്തിൽ അലീന 95 മാർക്കാണ് നേടിയത്. സീസൺ 5 വേദിയിൽ അതിമനോഹര ഗാനവുമായി പാർവണി വളരെ കൂളായിട്ട് പാടി. തുടർന്നും രസനിമിഷങ്ങളാണ് വേദിയിൽ അരങ്ങേറുന്നത്. ഈ വാലാട്ടി പക്ഷി എന്തോ ചേട്ടാ, വാലാട്ടി കഴിഞ്ഞാല് അത് ചിരിക്കും. പാർവണിക്ക് 96 മാർക്കാണ് ലഭിച്ചത്. വേദിയിൽ അതിമനോഹര പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് സൂര്യകാന്ത് കാന്തം പോലാണ് പാടി കഴിയുമ്പോ ഉണ്ടല്ലോ, മീനൂട്ടി ഉൾപ്പെടെ കാന്തമാവും. ഉസ്താദ് എന്ന ചിത്രത്തിലെ ഗാനം അതിമനോഹരമായാണ് സൂര്യകാന്ത് ആലപിച്ചത്. ബെസ്റ്റ് ഫ്രണ്ട്സ് ആരാ? ഗൗതം കൃഷ്ണ. ഫ്രണ്ട്സ് ഇല്ലേ? തുടർന്നും വേദിയിൽ രസനിമിഷങ്ങൾ അരങ്ങേറുന്നു. 94 മാർക്കാണ് സൂര്യകാന്ത് നേടിയത്.